പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ഉപഭോഗ നിയന്ത്രണങ്ങൾ നടപ്പാക്കി ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ സാധ്യത. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ചെലവ് ചുരുക്കൽ നടപടികൾ ആരംഭിച്ചു. ഇതിനിടെ ഇറക്കുമതി തീരുവ ഉയർത്തിയതോടെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. വിമാന ഇന്ധനവില കൂട്ടിയതോടെ അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചു. PR അരവിന്ദ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നതിന്റെ സൂചനയാണോ അരവിന്ദ് ഇതൊക്കെ? പശ്ചിമേഷ്യൻ പ്രതിസന്ധി അത് ഇന്ത്യയെ രൂക്ഷമായി തന്നെ ബാധിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. 50% കുറവ് വരുത്തണമെന്നതാണ് പ്രധാനമന്ത്രി ഒരു നിർദ്ദേശം നൽകിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നിലവിൽ 15ഓളം വാഹനങ്ങളാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പ്രധാനമന്ത്രിക്കുള്ളത്. അത് 7ഓ 8ലോ ആയി കുറയ്ക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഇതുകൂടാതെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ്. മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഗുജറാത്ത് സർക്കാർ അടക്കം സമാനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കാരണം രാജ്യത്ത് വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പ്രസംഗങ്ങളടക്കം ചില സൂചനകൾ നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. എയർ ഇന്ത്യയും സമാനമായ രീതിയിൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അടക്കം നൽകുന്ന സൂചന. ഇതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ തലത്തിൽ തന്നെ ഈ നടപടികൾ ശക്തമാക്കി ജനങ്ങൾക്ക് കൂടി ഒരു സന്ദേശം നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ ഉപയോഗം കുറയ്ക്കണം, കൂടുതൽ പരമാവധി KSRTC ബസ്സുകളെയും അതുപോലെ തന്നെ സർക്കാർ ബസ്സുകളെയും സർക്കാർ ഗതാഗത സംവിധാനങ്ങളെയും ആശ്രയിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശം. മെട്രോ സർവീസുകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കണം, ഇതുകൂടാതെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. എന്തായാലും രാജ്യത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനകളുടെ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ വിമാന ഇന്ധന വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഉണ്ടായിരുന്നു, വിലവർധനവ് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ എയർ ഇന്ത്യ അടക്കം ശക്തമായ നടപടികളിലേക്ക് കടന്നിരുന്നു. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വലിയ തോതിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. പ്രതിദിനം 100 സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇത് വിമാന ടിക്കറ്റ് നിരക്ക് വർധനവയ്ക്കും ഒരു കാരണമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രധാനമായും ഡൽഹിയിൽ നിന്ന് പ്രധാന നഗരങ്ങളിലേക്ക് അടക്കമുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഇതുകൂടെ തന്നെ സാൻ ഫ്രാൻസിസ്കോ, ടൊറന്റോ അടക്കമുള്ള നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ കുറവ് വരുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ ഈ നിയന്ത്രണങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.